ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി ഉപേക്ഷിച്ചു പോകുന്ന അല്ലെങ്കിൽ പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രമുഖ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാരുടെ മക്കളും പാർട്ടി ഉപേക്ഷിച്ചു പോകുന്ന കാഴ്ച കണ്ടതാണ്. ഇപ്പോഴിതാ കോൺഗ്രസ് വിട്ട് മറ്റൊരു പ്രമുഖ കൂടി ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയാണ്. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ് ആണ് ബി.ജെ.പിയിലേക്ക് ചേരുന്നത്. ഇന്ന് ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് പത്മിനി തോമസ് ബി.ജെ.പിയിലേക്ക് ചേരുന്നത്. കായിക താരം കൂടിയായിരുന്ന പത്മിനി തോമസും ബി.ജെ.പിയിൽ ചേരുന്നതോടെ വീണ്ടും കോൺഗ്രസിന് തിരിച്ചടിയാവുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ വ്യാഴാഴ്ച ബി.ജെ.പിയിൽ ചേരുമെന്ന് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. 1982 ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്ററിൽ വെങ്കലവും 4x400 മീറ്റർ റിലേയിൽ വെള്ളിയും അവർ നേടിയിരുന്നു. NIS ഡിപ്ലോമ നേടി റെയിൽവേ ടീമിന്റെ പരിശീലക കൂടിയാകാൻ പത്മിനിക്ക് കഴിഞ്ഞു. അർജുന അവാർഡും GV രാജ അവാർഡും പത്മിനിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരിക്കെ 2015 ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കോളേജ് ഗെയിംസും പുനരാരംഭിച്ചിരുന്നു. പത്മിനിക്ക് പുറമെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ബി.ജെ.പിയിൽ ചേരുമെന്ന് സൂചന ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നതെന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നിരവധി നേതാക്കൾ ബി.ജെ.പിയിൽ ചേരുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. തുടരെയുള്ള നേതാക്കളുടെ ഈ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പിയിലേക്ക് നേതാക്കൾ ചേരുന്നത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിൽ മുൻ മന്ത്രിമാരുടെയും മുൻ MLA-മാരുടെയും ഉൾപ്പെടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നതാണ്. പല നേതാക്കളും ബി.ജെ.പിയിൽ ചേരുന്നത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും തന്നെ പുറത്തു പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ബി.ജെ.പിയിൽ ചേരുന്നത് തുറന്നു പറയാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേസമയം കോൺഗ്രസ് നേതാക്കളെ യാതൊരു തരത്തിലും വിശ്വാസത്തിൽ എടുക്കില്ല എന്നൊരു വികാരമാണിപ്പോൾ ജനങ്ങൾക്കിടയിലുള്ളത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മുതിർന്ന നേതാക്കളെയാണ് കോൺഗ്രസിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോഴിതാ പത്മജ വേണുഗോപാലിന് പിന്നാലെ പത്മിനിയും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുന്നത് കോൺഗ്രസിന് വലിയ ആഘാതമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ നിന്നുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിന് ആഘാതം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് ശക്തി പകരുന്നുമുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബി.ജെ.പി നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെ നഷ്ടപ്പെടുന്തോറും കോൺഗ്രസ് നേതൃത്വം തളർന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്.